വിത്തിട്ടു നമ്മൾ നിലമൊരുക്കി, വിത്തുമുളച്ചു നിലം പരത്തി, പതിയെ വിടർന്നൊരു നാമ്പിനെ നമ്മൾ പരിപാലിച്ചു നനച്ചും കിളച്ചും. പതിയെ വിടർന്നൊരു നാമ്പിനെ നമ്മൾ പരിപാലിച്ചു നനച്ചും കിളച്ചും. ഹോ, എങ്ങനിരുന്ന കുളിക്കടവാ! നിറച്ചും കാടുകളും കുറ്റിക്കാടുകളും ചെടികളും ഒക്കെ നിറഞ്ഞു നിന്ന ഒരു കുളിക്കടവാണ്. ആ തൊഴിലുറപ്പിലെ പെണ്ണുങ്ങൾ വന്ന് അത് മൊത്തം വെട്ടി നാശിപ്പിച്ചിട്ട് ഇപ്പൊ കളിക്കാരില്ലാത്ത ടെറഫ് പോലെ കിടക്കുക. കാരണം ഇനി ഞാൻ എവിടെ പോയി ഇരിക്കും അവിടുന്ന്? അറിയാം, കുട്ടിന്റെ വേദനയാ. അല്ലായിരുന്നെങ്കിൽ ഞാൻ എവിടെയെങ്കിലും പോയി കുളിമുറി പോയി ഞാൻ വലിഞ്ഞു കയറിയെങ്കിലും നോക്കിയേനെ. അറിയാമോ അഖിലേ? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഞാൻ ഇവിടെ ചെറിയൊരു കുറ്റിക്കാട് ഉണ്ടാക്കാൻ വേണ്ടി ഒരു കുറ്റിച്ചെടി നട്ടിട്ടുണ്ട്. അത് എനിക്കുള്ള പ്രോപ്പർട്ടിയാ. നീ അവിടെ കയറി അതിനകത്ത് കളിക്കാൻ വേണ്ടി നിൽക്കരുത്. വേണമെന്നുണ്ടെങ്കിൽ അവിടെ നിന്നോണം. എടാ, ഈ പെണ്ണുങ്ങളൊക്കെ ഇങ്ങനെ കുളി നിർത്തി കഴിഞ്ഞാൽ ഈ ബൈനോക്കുലർ ബാലന്റെ ടെറിട്ടറി എന്നെ പൂട്ടിപ്പോത്തില്ല. ഓ എന്റെ പൊന്നോ, എന്നെ ഈ പാറകൾ കംപ്ലീറ്റ് വഴിപ്പടിയാ കേട്ടോ. ഈ പടി മുഴുവൻ വഴുക്കല. നമുക്കൊരു കാര്യം ചെയ്യാം, ഇവിടെ ഒരു മുളയുടെ ഒരു ചെറിയൊരു തൈ നടണം. എന്നാലേ എനിക്ക് ഫീൽഡിൽ പിടിച്ചു നിൽക്കാൻ പറ്റത്തുള്ളൂ. പാറപ്പുറത്തിരിക്കുന്ന ഒരു ഓന്താണ്. ഇങ്ങോട്ടൊരു കാര്യം വാടി ഇങ്ങോട്ട്. എടി, ഞാൻ ഇവിടെ കിടന്ന് അണ്ടർവെയർ വലിച്ചു കീറുന്ന നീ കേട്ടില്ലയോ? അണ്ടർവെയർ വലിച്ചു കീറിയോ? അണ്ടർവെയർ അണ്ടവാ വലിച്ചു കീറിയത് കേട്ടില്ലയോ ഒന്ന്? ആഹാ, അതായിരുന്നു. ഞാൻ വിചാരിച്ച ആകെ വരണേ ഉള്ളു, അത് നിങ്ങൾ വലിച്ചു കീറിയെന്ന്. ഒന്നേ ഉള്ളെങ്കിലും ഞാനത് എന്നും കഴുകും. അല്ലാതെ നിന്റെ അച്ഛന്റെ കൂട്ട് സ്പ്രേയുടെ പരിപാടി എനിക്കില്ല. ഇല്ലെങ്കിലും എന്റെ അച്ഛന് റെസ്റ്റ് കിട്ടുമെന്ന് വിചാരിച്ചാ കണ്ടന്റെ കുളിക്കടവ് എടുത്തത്. അപ്പൊ ഇന്നും എന്റെ അച്ഛന് റെസ്റ്റ് കിട്ടും. എടി, ഇവിടുന്ന് ഒരു ഓന്തോടി പോയെന്ന്. ഓന്തോ? ആ, യോ എന്റെ പൊന്നിയേട്ടാ, അത് ഓന്തല്ല, അതാ കോന്തം ബൈനോക്കുലർ ബാലനാ. അവനെ പൊക്കാനല്ലയോ നമ്മൾ ഇങ്ങോട്ട് വന്നത്. ഇന്നീ പാപ്പൻ അവനെ പോക്കും. എങ്ങനെ? എടി, നീ ഇവിടെ കുളിക്കാൻ നേരം ഞാനൊരു ക്യാമറ വെച്ച് അങ്ങ് ഷൂട്ട് ചെയ്യും. ആ ഫസ്റ്റ് ഇത്രയും നാളും പപ്പന്റെ വനജയെന്നായിരുന്നു നാട്ടുകാരെ വിളിച്ചോണ്ടിരുന്നത്. ഇനി ക്യാമറ വെച്ച് ഷൂട്ട് ചെയ്തിട്ട് 15 വനിതെന്ന് നാട്ടുകാർ. ഇന്നത്തെ കാര്യം ചെയ്യും, വീട്ടിലൊരു കുളിമുറി ഉണ്ടല്ലോ, നിനക്ക് അവിടെ കുളിച്ചാ പോരായോ? അതെന്തോ വർത്താനമായിട്ടാ നിങ്ങൾ ഈ പറയുന്നത്? എന്തോ വർത്താനമാ നിങ്ങൾ ഈ പറയുന്നത്? എന്നും മോട്ടർ അടിച്ചു കഴിഞ്ഞാൽ കറണ്ട് ചാർജ് കൂടത്തില്ലയോ? ഇവിടെ ആകുമ്പോ അവന്റെ ചാർജ് അല്ല കൂടത്തുള്ളൂ. കഷ്ടം. എടി, നിങ്ങൾ പെണ്ണുങ്ങൾക്കെല്ലാം കൂടി അവനെ പിടിക്കാനുള്ളതല്ല ഉള്ളോ? അയ്യോ, കഴിഞ്ഞ ആഴ്ച ആ സരസ അവളെ പൊക്കിയതല്ലയോ? അന്നേരം അവൻ പറയുവാ അവൻ കീഴാർനെല്ലി പറിക്കാൻ വന്നയാന്ന്. നീ നോക്കിയോ, ഇന്ന് അവന്റെ കീഴാർനെല്ലി ഞാൻ പറിക്കും. എടി, കഴിഞ്ഞ ആഴ്ച അവൻ ആ പഞ്ചായത്തിൽ പോയി കുളിമുറിയുടെ പേര് വഴക്കുണ്ടാക്കിയെന്ന്. പഞ്ചായത്തിൽ നിന്ന് അവന് കുളിമുറി കൊടുത്തതല്ലയോ? അയ്യോ, അതിനല്ല വഴക്കുണ്ടാക്കിയേ, അപ്പുറത്തെ സരസയ്ക്ക് കുളിമുറി കൊടുത്തപ്പോഴാണ് അവൻ വഴക്കുണ്ടാക്കിയത്. സരസയ്ക്ക് കുളിമുറി കൊടുത്താൽ ഇവൻ എന്നാത്തിനാ വഴക്കുണ്ടാക്കുന്നത്? എടി, ഇനി അവളിവിടെ വന്ന് കുളിക്കത്തില്ലല്ലോ, അവന്റെ ഒരു കസ്റ്റമർ പറഞ്ഞില്ലയോ? അതെങ്ങനാന്ന് പറ. അവനൊന്നും നേരത്തിനും കാലത്തിനും കല്യാണം കഴിക്കത്തില്ല, പിന്നെ അല്ലയോ ഈ ഒളിഞ്ഞോട്ടം ഒക്കെ നടത്തുന്നത്. എടി, അവനൊന്ന് കെട്ടിയതാ. അയ്യോ, എന്നിട്ട് ആ പെണ്ണിനെ ഞാൻ കണ്ടിട്ടില്ലല്ലോ ഏട്ടാ. കല്യാണം കഴിഞ്ഞ ആ പെണ്ണിന്റെ വീട്ടിൽ വിരുന്നിന് ചെന്നപ്പോഴേ ആ നാട്ടിൽ കുളിക്കടവില്ലെന്ന് പറഞ്ഞ അവൻ ആ പെണ്ണിനെ അങ്ങ് ഉപേക്ഷിച്ചെന്ന്. എന്തോ ചെയ്യാനാന്ന് പറ. നോക്കിയാ എന്തായാലും ഇന്ന് അവനെ ഞാൻ പൊക്കിയിരിക്കും. അയ്യാ, നിങ്ങൾ എങ്ങനെ അവനെ പൊക്കുവെന്നാ ഈ പറയുന്നത്? അവൻ ഓരോരോ ദിവസം ഓരോരോ വേഷത്തിലാ ഇവിടെ വന്നോണ്ടിരിക്കുന്നത്. ഇന്ന് അവന്റെ ഫിഗർ ഷോ ഞാൻ ഇന്നത്തോടു കൂടി അവസാനിപ്പിക്കും. നിങ്ങൾ ഇന്നത്തെ കാണിക്കുവാ? നീ വന്നേ. എന്താണ്? ആണോ? ആണോ? അയ്യോ, എന്നാ ഉറപ്പായിട്ട് ഇന്ന് അവനെ പൊക്കിയിരിക്കും. എടി വനജേ. എന്താ ചേട്ടാ? എടി, നീ ഇവിടെ ഒറ്റയ്ക്ക് ഇന്നൊന്ന് കുളിക്കണേ. അയ്യോ, ഞാൻ ഒറ്റയ്ക്ക് ഇന്ന് കുളിക്കാനോ? അപ്പൊ ചേട്ടൻ എവിടെ പോവാ? ഞാന് വീട്ടിൽ വരെ പോയിട്ട് വന്നിട്ട് മൊബൈൽ എടുക്കാൻ മറന്നുപോയി. ചേട്ടാ, പെട്ടെന്ന് വരുവോ? ഇല്ല, ഞാനൊരു 2 ദിവസം കഴിഞ്ഞേ വരത്തുള്ളൂ. ഒരുപാട് നാളായിട്ട് ഞാൻ ആഗ്രഹിച്ചിരുന്നതാ അവളുമായിട്ടൊന്ന് സംസാരിക്കണമെന്ന്. അതെങ്ങനെ സംഭവിക്കാനാ? ഏത് നേരം നോക്കിയാലും ആ കാലമാടൻ ഭർത്താവ് കൂടെ ഉണ്ടാവും അവിടുന്ന്. ഇന്ന് ഞാൻ കിടക്കും അവിടുന്ന്. ബാക്കി വെച്ച കുളി പൂർത്തിയാക്കാൻ അവളിപ്പോ ഇവിടെ എത്തും. ആരടാ കീച്ചയിലെ പാവയോ? കണ്ണിൽ മരുന്നൊഴിച്ച് HD ദൃശ്യമകവോടുകൂടി ഞാൻ മേളില്
തേക്കുമ്പോ കുളിക്കുന്ന നേരത്തു പിന്നിൽ നിന്നും സോപ്പിട്ട് ആരു തരും? ഞാൻ അതിനല്ലേ ഇവിടെ നിൽക്കുന്നത്. ഞാൻ ഇന്ന് സോപ്പിട്ടും മെഴുകും. അയ്യോ, ഇവിടെ ഇരുന്ന സോപ്പ് എന്തേ? അതല്ലേ ആ പെട്ടിക്കകത്തിരിക്കുന്നത്. അതാരാ? ബാലൻ. കാലനോ? കോമഡി ഇല്ല, എന്നാലും ചിരിച്ച് കയറ്റി കൊടുക്കും. ബാലൻ. അയ്യോ, പണ്ടത്തെ കുട്ടേ, ആ. ഈ സോപ്പ് എടുത്ത് പുറത്തിടാൻ പറ്റുന്നില്ല, കൈ എത്തുന്നില്ല. എന്തിനെത്തിക്കണം? 2 കൈയായിട്ട് ഞാനിവിടെ നിൽക്കുമല്ല, ഞാൻ അങ്ങ് തേച്ച് തരത്തില്ല. അയ്യോ. ആ, ആ, ആ. ദേ, ഞാനേ ഈ നിന്റെ പുറത്ത് സോപ്പിട്ടതുപോലെ ആ. നമുക്ക് ഇത് തേക്കുന്ന പോലെ നിന്റെ കെട്ടിയോനെ അങ്ങ് തേച്ചാലോ? അതിനെന്താ? ആണോ? പിന്നെ സമയം കളയാതെ പെട്ടെന്ന് കുളിക്ക്. എനിക്ക് പോയിട്ട് ഒരുപാട് കാര്യങ്ങളുള്ളതാ. അയ്യോ, ഇച്ചിരൂടെ ശരിക്കൊന്നിട്ട് ഇവിടെ എന്ത്? അതെന്താ ചെയ്യുവാ? അതോ? ആ. അത് തേക്കുമല്ലേ അവിടുന്ന്. അയ്യോ, എന്റെ പൊന്നെ. അതെന്താ ചെയ്യുന്നേ? അതെന്താ ചെയ്യുവാ? ഇത് സൂപ്പ് കളയുന്ന വൈപ്പറാ. അതെന്താ വിട്ടതാ? എന്റെ ഹൃദയം ഞാൻ അത് പതിപ്പിച്ച് വെച്ചതാ. അനങ്ങല്ല അവിടുന്ന്. അതെന്തോ പോയി? ഞാൻ ഒരു അമ്പ് വിട്ടതാ. ഇതെന്താ ഈ അമ്പ് ഇവിടെ കിടന്ന് കറങ്ങുന്നത്? ഓ എന്റെ ദൈവമേ, എന്നാ വിരിവാ ഇത്. എന്തോ ഈ പുറത്ത് എഴുതിയേക്കുന്നേ? ബാലൻ ആ. വനജ. ഓ. അയ്യോടാ, വിത്തിടാൻ മറന്നുപോയി. ഓ, ഒരു കൃഷിപ്രിയൻ. ആ. അയ്യോ, എന്നാ വിരിവാടി നിന്റെ പുറത്തിന്. നീ ഈ ഇലക്ഷന്റെ സമയത്തിന് 4 പാർട്ടിക്കാർക്ക് ബാനർ എഴുതാൻ കൊടുക്കാൻ മേലായിരുന്നു. അവര് ജയിച്ചേനല്ലോ പുഷ്പം പോലെ. ആ പെട്ടെന്ന് കുളിക്കുന്നേ. അയ്യോ, എനിക്കിവിടെ കുളിക്കാൻ പേടിയാ. പേടിക്കുന്ന ഞാൻ ഇവിടെ കൂടുതൽ നിൽക്കുന്നില്ലേ. ഇന്നലെ ഇവിടെ കുളിക്കാൻ തുടങ്ങിയപ്പോളേ ആ. എന്നെ ഒരു കഴന്നാ കടിച്ചു. അയ്യോ, അത് കഴുന്നല്ല. കഴുന്നാടെ വേഷത്തിൽ ഞാൻ വന്ന് മോടെ കാലിൽ ഉമ്മ വെച്ചതാ. ആയിരുന്നു. ആ, പിന്നെ മിനിഞ്ഞാന്നേ ആ. ഒരു മുതല വന്ന് മോടെ കാലെ കടിച്ചില്ലേ. അത് ഈ മുതല. അത് വല്ലാത്ത കടിയായി പോയി. എങ്ങനെ ഉണ്ടായിരുന്നു? ഓ, എന്നാലും എനിക്ക് ഇഷ്ടപ്പെട്ടതേ ആ നീർക്കോലിയായിട്ട് വന്ന് കടിച്ചതാ. നീർക്കോലിയോ? ആ. എടാ ചേട്ടാ, നീ പണിക്ക് പോവാന്ന് പറഞ്ഞോണ്ട് ഈ പരിപാടിക്കായിരുന്നു വന്നോണ്ടില്ലേ. വീട്ടിൽ വട്ടം തന്നെ ഞാൻ പിടിക്കുന്നുണ്ട് കേട്ടോ അവിടുന്ന്. ആ മാളു പറഞ്ഞോ മാളു. പിന്നെ ആ. ആ മുശയുടെ കൊത്തിച്ചിട്ട് കടുപ്പായി പോയി കേട്ടോ. മുഷിയോ? അച്ഛൻ ശശി കൊള്ളാം കേട്ടോ. ആ, ഇവിടെ പോയി. ഇവിടെ ഞാൻ തെറ്റി. പാലേട്ടാ, ഓ, പാലേട്ടാ കല്യാണം കഴിക്കാത്തേ? ഞാൻ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ വീട്ടിനകത്ത് അടച്ചു പൂട്ടി ഇരിക്കണ്ടേ. എനിക്ക് ഇങ്ങനെ ഇരിക്കുന്ന ഇഷ്ടമല്ല. എനിക്ക് ഇങ്ങനെ കാട്ടിലെ കണ്ണിനെ പോലെ ചാടി ചാടി നടക്കണം. പാലേട്ടൻ കാട്ടിലെ കണ്ണനല്ല, പിന്നെ കുറ്റിക്കാട്ടിലെ കണ്ണൻ. ഒരു പാലേണ്ണ ആ, ചകരി ഇട്ട് തേക്കണ്ണ. അങ്ങനെയൊക്കെ ഉണ്ടോ? എവിടെ ചകിരി ഇരിക്കുന്നത്? അവിടെ ഇരിക്കുന്നു. ആണോ? ആ. ഞാൻ സോപ്പിട്ട് മോന്ത തേച്ച സ്ഥിതിക്ക് ഇനി ചകിരി ഇട്ട് അങ്ങോട്ട് മോക്കുമ്പോ തേച്ചാലോ? ആ, എന്നാ ചേട്ടാ, വാ. മുഖം ഒന്ന് കാണിച്ചേ. എന്നാ മുഖം മാത്രം എന്തിനാക്കുന്നത്? നീ കണ്ടില്ലേ? കണ്ടു, ഞാൻ കണ്ടു. നീ കേട്ടില്ലേ? കാണുകയും ചെയ്ത് കേൾക്കുകയും ചെയ്യും. എന്റെ ബീട്രൂട്ട് ചേട്ടാ, ബീട്രൂട്ടല്ല എന്റെ ബീട്രൂട്ട് ചേട്ടാ, ആ പാട്ടൊന്നും നിർത്താവോ? അല്ലെങ്കിൽ ഇവിടെ ഈ പുഴ വറ്റുന്നത് വരെ അവൻ എന്നെ കാണിച്ചോണ്ടിരിക്കുവോ? നിങ്ങോട്ട് മാറിക്കേ, മുഴുവനായിട്ടൊന്ന് കാണട്ടെ. അത് ശരി. അപ്പൊ എന്നെ മുഴുവനായിട്ട് കാണുന്നതിന് കുഴപ്പമില്ല, ഞാൻ ഇവിടെ കാണുന്നതിനാണ് കുഴപ്പം. പറഞ്ഞത് ന്യായം. നിങ്ങളൊന്ന് പോ മനുഷ്യായിരുന്നു. നിനക്കറിയാവോ, ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് 5 കൊല്ലമായി. ഇന്നേ വരെ ഞാൻ കുളിക്കുന്നിടത്ത് എന്റെ കെട്ടിയാൻ ഒളിഞ്ഞു നോക്കിയിട്ടില്ല. അത് പിന്നെ സ്വന്തം കടയിൽ നിന്ന് ആരെങ്കിലും ഓടിച്ചു തിന്നു. ന്യായം. അവൻ ന്യായം പറയാൻ വന്നേക്കുന്നു. ഏതെങ്കിലും ആണൊരുത്തൻ ഈ കടവിൽ കുളിക്കാൻ വന്നാ നിന്റെ ഒന്നും തലവട്ടം കാണത്തില്ലല്ലോ. പെണ്ണൊരുത്തി ഇങ്ങോട്ട് വന്നാ ഇവിടെ നിൽക്കുന്ന മരത്തിന്റെ തലയെക്കാട്ടി കൂടുതലാ നിന്റെയൊക്കെ തല ഇവിടെ. നിന്നോടൊരു കാര്യം പറയാം. എന്നാ? നമ്മള് തമ്മിൽ ഇരിപ്പോശം വെച്ച് നിന്നെ ഞാൻ അടിക്കേണ്ടതാ. അടിക്കുമോ നീ? അടിക്കും. അടിയടാ നീ. നിങ്ങൾ ഇതെന്താ കാണിക്കാൻ മനുഷ്യ? ഇരിപ്പോശം വെച്ച് അടിച്ചു വേണ്ട. ഒരു കാര്യം ഞാനോട് പറയാം. ഇത് അവസാനത്തെ താക്കീതാ. ഇനി നീ പണി കാണിച്ചാൽ നിന്നെ ഞാൻ തല്ലിക്കൊന്ന് നീ പുഴയിൽ എറിഞ്ഞു കളയും.
പുഴയിലെറിയരുത്. ഭൂമിയുടെ വരദാനമാണ് പുഴകൾ. അത് മലിനമാക്കാൻ അനുവദിക്കരുത്. എന്നെ തല്ലിക്കൊന്നിട്ട് ആ നിൽക്കുന്ന മരത്തിന്റെ മൂട്ടിലോട്ട് ചെന്നിട്ട് ഇങ്ങോട്ട് നോക്കി അങ്ങ് ഇരുത്തിയാൽ മതി. എന്നാലേ എന്റെ ആത്മാവിന് ശാന്തി കിട്ടത്തുള്ളൂ. അപ്പൊ മഴ തോർന്നാലും മിന്നലുണ്ടെന്ന് അർത്ഥം. അതാണ് ഇവിടുത്തെ ബാറ്ററിയുടെ പവർ. നിങ്ങൾ ഇവന്റെ വാചകം കേട്ടോണ്ട് നിൽക്കാതെ പോലീസിനെ വിളിക്കുന്നുണ്ടോ? എന്റെ പൊന്നു പെങ്ങളെ നമ്മൾ പോലീസിനെ വിളിക്കുക ചെയ്യരുത്. പോലീസിനെ വിളിച്ചു കഴിഞ്ഞാൽ ആള് കൂടും, പോലീസ് വരും. അപ്പൊ എന്റെ വനജക്കുഞ്ഞിന് ഇന്ന് കുളിക്കാൻ പറ്റത്തില്ല. അത് ഇന്ന് നീ ഇവിടെ കുളിയില്ല. ഇനിയും 16 ദിവസം കഴിഞ്ഞേ ഇവിടെ കുളിയുള്ളു. ആരുടെ കുളിയാ? നിന്റെ കുളി. എന്റെ കുളിയോ? ആ നിന്റെ പോലെ കുളി. കുളിയോ? അനേ വാരിയെടുത്ത് അങ്ങോട്ട് എറിയവനെ. അങ്ങനെങ്കിലും നീ എന്നെ ഒന്ന് തൊട്ടല്ലോ വനജ. എനിക്കത് മതി അവിടുന്ന്. അയ്യോ. കേരളത്തിൽ അന്യം നിന്നുകൊണ്ടിരുന്ന ഒരു കലാരൂപത്തെ വീണ്ടും മലയാളികളെ ഓർമ്മിപ്പിച്ചതിന് പ്രിയപ്പെട്ട മനോജ് വഴിപ്പിടിക്കും, സനീഷ് മുഖസ്ത്രീക്കും, സിന്ധു സനീഷിനും, കോമഡി മാസ്റ്റേഴ്സിന്റെയും നെടുമങ്ങാട് കാരേറ്റി വെഞ്ഞാറമൂട് കല്ലറ പൗരസമിതികളുടെയും അകമഴിഞ്ഞ നന്ദിയും കടപ്പാടും ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. കിഡിലായിരുന്നു. ആദ്യമായിട്ടാണ് ഒരു കിഡില് നിങ്ങൾ ഭയങ്കരമായിട്ട് ഒരുമിച്ച്, മറ്റേ നിങ്ങൾ അടിയായിരിക്കും ഹസ്ബൻഡ് ആൻഡ് വൈഫായിട്ട്, ഇതിൽ നിങ്ങൾ ഒരുമിച്ച് വന്നു, സ്കോർ ചെയ്തു. കിഡിലായിരുന്നു. അല്ലേ അങ്ങനെ ശത്രുവിന്റെ ശത്രു മിത്രം എന്ന് പറയുന്നത്. ഞാനൊരു കാര്യം പറയട്ടെ, എനിക്ക് സ്കിറ്റ് അല്ല, എന്റെ സനീഷേട്ടോ സനീഷയുടെ ശരിക്കും അല്ലാണ്ട് നിന്ന് പെർഫോം ചെയ്തില്ലേ, അതിനേക്കാളും കൂടുതൽ അത് കിട്ടിയിട്ട് പെർഫോം ചെയ്തപ്പോഴായിരുന്നു. സനീഷേട്ടനെ പറ്റി പറയുമ്പോ എനിക്ക് ബാലൻചേട്ടനെ പറ്റി പറയാനുള്ളത്. തൂവാനത്തുമ്പികൾ സിനിമയില് മണ്ണാർത്തൊടി ജയകൃഷ്ണനെ ലാലേട്ടൻ കണ്ടിട്ടില്ല അഭിനയിക്കുമ്പോ. അതുപോലെ ഇങ്ങനത്തെ ഒരു ലോക വായി നോക്കി ഉണ്ടെങ്കിൽ ആ വായി നോക്കി ബാലൻ മറ്റേ ബൈനോക്കുലർ ബാലനാവുന്ന ശരിക്കും കാണിച്ചു തന്നിട്ടുണ്ട്. ഞാനേ സനീഷയുടെ ഒരു കാര്യം മനസ്സിലാക്കണം. പെൺകുട്ടികളായിട്ട് പോലും അവർക്ക് ചേട്ടന്റെ ഏരിയയെ കുറിച്ച് പറയാനായിരുന്നു വ്യഗ്രത കൂടുതൽ. അപ്പൊ എന്നെ പോലത്തെ മലയാളി സനീഷേട്ടാ അതിങ്ങനെ കൊടുത്തിട്ട് നല്ല സ്ട്രക്ചർ ആയിരുന്നു. ആ കോംബോ അടിപൊളിയായിരുന്നു. ആ തിരിഞ്ഞിട്ടുള്ള ആ സീക്വൻസ് അടിപൊളിയായിരുന്നു. ആ കോംബോ എന്ന് ഉദ്ദേശിച്ചത് ആ മുണ്ടും പുള്ളിയും തമ്മിലുള്ള കോംബോയാണോ? മുണ്ടും പുള്ളിയും വായി നോക്കിയും കൂടിയുള്ള കോംബോ. പക്ഷെ അതൊക്കെ നടക്കുമ്പോ അവിടെ നിന്നിട്ട് സിന്ധു ആസ്വദിക്കില്ല. സത്യം, ഞാനും കണ്ടു ചേച്ചി. ഞാൻ നോക്കുമ്പോ സിന്ധു സിന്ധു ചേച്ചി ആക്ച്വലി പുട്ടിന്റെ പീരയാണ് ഈ ഒരു സ്കിറ്റിൽ. പക്ഷേ മനോജണ്ണന്റെ ജീവിതത്തിൽ ഏതോ ഒരു ഏട്, അത് വലിയ ഏട്. വലിയ ഏട്, അത് ചെറുതല്ല. ഇനിയൊന്നും പറയില്ല, വെറുതെ വിട്ടേക്കണം. മണ്ണാർത്തോട് ജയകൃഷ്ണ എല്ലാരും ഒരേപോലെ ചിരിച്ചു. ഈ ഇത്തേക്ക് ചിരിച്ച് തട്ടുവിടണോ ചിരിക്കണോ എന്നുള്ള കൺഫ്യൂഷൻ അടിച്ചു പോയി. അടിപൊളിയല്ലായിരുന്നോ? ഇത് എന്തെങ്കിലും പറയാനുണ്ടോ? നല്ല ഉഷാറായി, വരവ് കണ്ണിന്റെ മുന്നിൽ നിന്ന് പോകുന്നില്ല അല്ലേ ഇപ്പോഴും? അടിപൊളി. ഇത്ത പറഞ്ഞ ഞങ്ങളുടെ നാട്ടിലുണ്ടായിരുന്നു ഇതുപോലൊരു ചേട്ടൻ. ഓൾ റൈറ്റ്, അങ്ങനെയാണെങ്കിൽ ഇനി നമുക്ക് ബാറ്ററി എത്രത്തോളം ചാർജ് കയറി എന്നുള്ളത് നോക്കാം അല്ലേ? ആ നോക്കി. ₹31,000 ആണ് നേടിയിരിക്കുന്നത്. കൺഗ്രാറ്റുലേഷൻ ചേച്ചി. ഓ ക്രെഡിറ്റ് ആയി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പൊ എന്തായാലും കിഡിലായിട്ട് വീണ്ടും വരാം, ഇതുപോലെ നമ്മളെ ചിരിപ്പിക്കാം. ഓക്കെ.